ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടു. അതെ, ബ്ലാസ്റ്റേഴ്സ് പരാജയമാണ്. മുംബൈ സിറ്റിയിലൂടെ പരാജയപ്പെട്ടു. ഓക്കെ, നല്ലൊരു പെർഫോമൻസ് വരും. പക്ഷേ നിലവിലുള്ള കോച്ചിനെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ, ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള കോച്ചായ ഡേവിഡ് കാറ്റലെ വിലയിരുത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഒന്ന് നോക്കാം നമുക്ക്. ഡേവിഡ് കാറ്റലിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കുറച്ചധികം മത്സരം ഇപ്പോൾ ഓൾറെഡി കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കളിച്ചത് സൂപ്പർ കപ്പ് പ്ലേ ഓഫ് ആണ്. സൂപ്പർ കപ്പ് അതിൽ ഈസ്റ്റ് ബംഗാളുമായിട്ട് തുടക്കം തന്നെ ഒരു വിജയം നേടാൻ സാധിച്ചു, 2-0. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന്റെ മെയിൻ സ്ക്വാഡ് അല്ലാത്ത ടീമിലൂടെ പരാജയപ്പെട്ടു 2-1. പിന്നെ അടുത്ത സൂപ്പർ കപ്പിൽ രാജസ്ഥാനിലൂടെ 1-0 വിജയിച്ചു. സ്പോർട്ടിംഗ് ഡൽഹിയിലൂടെ 3-0 വിജയിച്ചു. പിന്നെ നോക്കുക, മുംബൈ സിറ്റിയിലൂടെ 1-0 സൂപ്പർ കപ്പിൽ പരാജയം. പിന്നെ ISL മോഹൻ ബഗാനിലൂടെ മുംബൈ സിറ്റിയുടെ പരാജയം. അവസാനത്തെ 3 മത്സരത്തിൽ ഡേവിഡ് കാറ്റലിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കുറേ അധികം ഗോള് വഴങ്ങിയിട്ടില്ല ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ എന്നുള്ളതാണ്. ഒരു 6 ഗോളാണ് ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത്. കുറേ ഗോളുകൾ അടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു 6 ഗോള് അടിച്ചു, 6 ഗോള് വഴങ്ങി എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ചോദ്യം എന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനമല്ല ഡേവിഡ് കാറ്റലയുടെ കീഴിൽ. ഒരു കൺസിസ്റ്റൻസി പുലർത്താൻ കഴിയുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് ഡേവിഡ് കാറ്റലയുടെ കീഴിൽ എന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്. ഒരു മികച്ച കോച്ചിനെ തന്നെ എത്തിക്കണം. കാരണം ഈ സ്ക്വാഡ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സ്ക്വാഡ് കിട്ടി കളിപ്പിക്കുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു, ഇവാൻ വുക്കോമാനോവിച്ച്. ആ കോച്ചിന് ശേഷം മികച്ചൊരു കോച്ചിനെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് മറ്റൊരു രഹസ്യം, പരസ്യമായ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു മികച്ച കോച്ചിനെ എത്തിച്ചിട്ടില്ല, മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വട്ടത്തെ ISL ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനം ഫിനിഷ് ചെയ്തു. പിന്നെ ഈ വട്ടത്തെ ISLൽ വളരെ മോശമായിട്ട് സ്റ്റാർട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനിയൊരു മികച്ച രൂപത്തിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പം ഡേവിഡ് കാറ്റാലയുടെ തന്ത്രങ്ങളൊക്കെ ബലം കാണുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ ഡേവിഡ് കാറ്റാലെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ഡേവിഡ് കാറ്റാലയ്ക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പകരം ഒരു കോച്ച്, നല്ലൊരു റീപ്ലേസ്മെൻറ്റ് വന്നാൽ മികച്ചതായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളതാണ്. എന്തായാലും മികച്ച ഡിഫൻസീവ് എൻഗേജ്മെൻ്റ് ആണ് ഡേവിഡ് കാറ്റലയുടെ കീഴിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ പോലും ഗോള് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും ഡേവിഡ് കാറ്റാലയുടെ തന്ത്രങ്ങൾ ഒരു പഴകിയ പുസ്തകമായി മാറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മികച്ചൊരു കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആരാധകർക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കും. എന്തായാലും മികച്ചൊരു കോച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.